ഞാൻ ചെന്നത്. അത് കാരണം ദോശ ചൂടോടും ഫ്രഷായും കിട്ടിയിരുന്നു. ഇനി സ്റ്റേഷനിലെ ക്യാൻറ്റീനുകളിൽ മസാല ദോശ സാധാരണ സൗത്ത് ഇന്ത്യൻ ഫ്ലേവർ എന്ന രീതിയിലാണ് അവർ ചെയ്യുന്നത്. ദോശയുടെ കനം, മൊരിഞ്ഞ രീതി, ഉള്ളിലെ മസാലയുടെ അളവ് എന്നിവ ഓരോ സമയത്തും ഉണ്ടാക്കുന്നതിനനുസരിച്ച് വ്യത്യാസപ്പെടാം. അതിൻ്റെ സൈഡ് ഡിഷുകളായിട്ട് ദോശയോടൊപ്പം ലഭിച്ചത് സാമ്പാർ, ചട്നി എന്നിവയുടെ ഗുണനിലവാരം ക്യാൻറ്റീൻ അനുസരിച്ച് മാറും. സുരക്ഷ ഉറപ്പാക്കാൻ എപ്പോഴും ചൂടുള്ള സാമ്പാർ അവരോട് ചോദിക്കുന്നതാണ് നല്ലത്. ദോശമാവിൻ്റെ പ്രധാന ചേരുവകളായ അരിയും ഉഴുന്നും കാർബോഹൈഡ്രേറ്റിൻ്റെയും പ്രോട്ടീനിൻ്റെയും നല്ലൊരു സ്രോതസ്സാണ്. രാവിലെ ദോശ കഴിക്കുന്നത് ദിവസം മുഴുവൻ പ്രവർത്തിക്കാനുള്ള സ്ഥിരമായിട്ടുള്ള എനർജി കിട്ടും. പെട്ടെന്ന് ദഹിച്ചു പോകാത്തതിനാൽ വിശപ്പ് കുറച്ചു നേരം നിയന്ത്രിക്കാൻ നമ്മളെ സഹായിക്കും. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദഹനത്തെ സഹായിക്കുന്ന ഒരു ഫെർമെൻറ്റേഷനാണ് ഈ ദോശ മാവിൽ